വിഷുവിന് വരവേറ്റ മഹാനഗരം. വിഷുക്കണിയൊരുക്കിയും കൈനീട്ടം നൽകിയുമാണ് കേരളത്തിലെ കാർഷികോത്സവത്തെ മുംബൈ മലയാളികൾ ഇതര ഭാഷക്കാരോടൊപ്പം ആഘോഷമാക്കുന്നത്. അതേസമയം ഏറെക്കാലത്തിന് ശേഷം അവധിയെടുക്കാതെ വിഷു ആഘോഷിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് നഗരത്തിലെ മലയാളികൾ. മറ്റൊരു വിഷുക്കാലം കൂടി വന്നണയുമ്പോൾ ഇക്കുറി അവധിയെടുക്കാതെ വിഷു ദിവസത്തെ ആഘോഷമാക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് മുംബൈ മലയാളികൾ. വിഷു കൈനീട്ടവുമായി അരുകിൽ നീ അണഞ്ഞപ്പോൾ പരിഭവമെല്ലാം ഞാൻ മറന്നുപോയി. വിഷുവിന്റെ പരമ്പരാഗത ചിട്ടവട്ടങ്ങളെല്ലാം ഒരുക്കിയാണ് മഹാനഗരത്തിലെ ആഘോഷവും. ആനന്ദലോല കൃഷ്ണ എൻ്റെ ശ്രീനന്ദബാലകൃഷ്ണ കാത്തരുളീടു കൃഷ്ണ കണി കണ്ടൊരിൻ ശ്യാമകൃഷ്ണ. കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും പുതിയ തലമുറയ്ക്ക് ജന്മനാടിന്റെ സംസ്കാരവും പൈതൃകവും പകർന്നാടുകയാണ് ഇവരെല്ലാം. ചെറിയ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇത് വിഷു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആചാരമാണ്. അടുത്തു ചെന്നിരുന്നു കഥകൾ പറയുമ്പോൾ ഹൃദയത്തിൻ വേദന അലിഞ്ഞുപോയി. നഗരത്തിന്റെ കോസ്മോപൊളിറ്റൻ സംസ്കാരം ആഘോഷങ്ങളിലും പ്രകടമാണ്. ബോംബെയിൽ എന്ന് പറഞ്ഞാൽ ഏത് ആഘോഷത്തെയും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നവരാണ്. ഇവിടെ ഒരു മിക്സഡ് കൾച്ചറാണല്ലോ ബോംബെയിലുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാ ആഘോഷങ്ങളും ഏത് ആഘോഷങ്ങളും മലയാളികളോടൊപ്പം തന്നെ ഇതര ഭാഷക്കാരും ചേർന്ന് ആഘോഷിക്കുന്നു. അവരുടെ ആഘോഷത്തിൽ മലയാളികളും പങ്കെടുക്കുന്നു. അവിടെയാണ് ഇവിടെ കളർഫുൾ ആകുന്നത്. ഈ കുട്ടി എൻ്റെ അടുത്ത വീട്ടിലെ മഹാരാഷ്ട്രീയൻ കുട്ടിയാണ്. പക്ഷേ എല്ലാ ആഘോഷങ്ങളിലും നമ്മുടെ കൂടെ പങ്കെടുക്കുന്ന കുട്ടിയാണ്. കുറച്ച് ചെറുപ്പകാലം മുതൽ നമ്മുടെ കൂടെ ഉള്ള കാരണം അവൾ എൻജോയ് ചെയ്യുന്നുണ്ട്. मुझे बहुत अच्छा लगा. ते कसं आवडलं, इकडची आम्ही सण साजरा करतो ते कसं तुला बरं वाटलं का? मला सगळं बरं वाटलं. मला सगळं आवडलं. കണി കാണും നേരം കമലാ നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനേ. ആഘോഷങ്ങളുടെ നഗരമാണ് മുംബൈ. മുംബൈ മലയാളികൾക്ക് ആഘോഷമെന്നാൽ ഒത്തുചേരാനുള്ള സുവർണാവസരങ്ങൾ കൂടിയാണ്. തിരക്കിട്ട ജീവിതത്തിനിടയിലും ഇത്തരം ഒത്തുകൂടുകൾ തന്നെയാണ് ഇവരുടെയെല്ലാം ആഘോഷങ്ങളെ സമ്പന്നമാക്കുന്നത്. മനോജ് കാക്കാശ്ശേരിയോടൊപ്പം പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.